ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂലൈ 6 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. മാനന്തവാടി നിയോജക മണ്ഡലം MLA ആയ OR കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി. കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലാണിത്. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പാർലമെന്ററി കാര്യ വകുപ്പ് MB രാജേഷിനും ദേവസ്വം വകുപ്പ് VN വാസവനും നൽകി. വയനാട്ടിൽ നിന്ന് CPM-നെ പ്രതിനിധാനം ചെയ്യുന്ന ആദ്യ മന്ത്രി കൂടിയാണ് OR കേളു. ജമ്മു കാശ്മീരിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം ട്രെയിൻ ഗതാഗതത്തിന് സജ്ജമായി. ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിലൂടെ ആദ്യ മെമു ട്രെയിൻ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കി. ചെനാബ് നദിക്ക് കുറുകെ 359 മീറ്റർ ഉയരത്തിലാണ് പാലം പണിതിരിക്കുന്നത്. 1315 മീറ്റർ നീളം പാലത്തിനുണ്ട്. ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായാണ് ചെനാബ് റെയിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കരസേനയുടെ പുതിയ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയെ തിരഞ്ഞെടുത്തു. നിലവിലെ കരസേനാ മേധാവിയായ ജനറൽ മനോജ് പാണ്ഡെ സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് ദ്വിവേദിയെ നിയമിക്കുന്നത്. അസം റൈഫിൾസ്, നോർത്തേൺ കമാൻഡ് എന്നിവയുടെ കമാൻഡർ ഇൻ ചീഫായി പ്രവർത്തിച്ചിട്ടുണ്ട്. പരമവിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ എന്നിവ നേടിയിരുന്നു. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ കോപ്റ്റർ പൈലറ്റായി മലയാളിയായ സബ് ലഫ്റ്റനന്റ് അന്നാമിക രാജു തിരഞ്ഞെടുക്കപ്പെട്ടു. തമിഴ്നാട് ആർക്കോണത്ത് മെയ് 7 നടന്ന പാസിംഗ് ഔട്ട് പരേഡിലാണ് കിഴക്കൻ നാവിക കമാൻഡ് മേധാവിയായ വൈസ് അഡ്മിറൽ രാജേഷ് പെന്താക്കറിൽ നിന്ന് ഗോൾഡൻ വിങ്സ് ബാഡ്ജ് അന്നാമിക സ്വീകരിച്ചത്. ലഡാക്കിൽ നിന്നുള്ള ആദ്യ നാവിക പൈലറ്റായ ജമ്യാങ് സേവാങ് ഉൾപ്പെടെ 21 പേരാണ് ഹെലികോപ്റ്റർ ട്രെയിനിംഗ് സ്കൂളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായത്. ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ അത്യാധുനിക IoT സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിദ്യുത് രക്ഷക് സംവിധാനം ഔദ്യോഗികമായി പുറത്തിറക്കി. ആർമിയിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എഞ്ചിൻ ഉപകരണങ്ങളിൽ ഈ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. എഞ്ചിനുകൾ, ജനറേറ്ററുകൾ എന്നിവയുടെ പ്രവർത്തനം തത്സമയം നിരീക്ഷിക്കാനും തകരാറുകൾ മുൻകൂട്ടി കണ്ടെത്താനും സംവിധാനത്തിലൂടെ സാധിക്കും. ഇന്ത്യൻ ആർമി ഡൽഹി IIT-യിലെ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ എന്നിവ സംയുക്തമായാണ് വിദ്യുത് രക്ഷക് സംവിധാനം വികസിപ്പിച്ചത്. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഇനി മുതൽ നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പേരുകളിൽ അറിയപ്പെടും. കോളനി, സങ്കേതം, ഊര് എന്നിവയ്ക്ക് പകരമാണ് പുതിയ പേരുകൾ. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് ഉത്തരവ് പുറത്തിറക്കിയത്. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി രാധാകൃഷ്ണനാണ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. മന്ത്രി പദവി ഒഴിയുന്നതിന് മുൻപാണിത്. പ്രാദേശികമായി താൽപ്പര്യമുള്ള കലാനുസൃതമായ പേരുകൾ ഉപയോഗിക്കാമെന്നും ഉത്തരവിൽ പരാമർശമുണ്ട്. LDF മുന്നണിയിൽ നിന്ന് ജോസ് കെ മാണിയും PP സുനീറും UDF-ൽ നിന്ന് ഹാരിസ് ബിരാനും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള അവസാന ദിവസത്തിൽ ഇവർ മാത്രം മത്സര രംഗത്തുണ്ടായ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് ഇല്ലാതിരുന്നത്. ജോസ് കെ മാണി നിലവിൽ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹത്തിൻ്റെയും ബിനോയ് വിശ്വം, എളമരം കരീം എന്നിവരുടെയും അംഗത്വ കാലാവധി അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ അകിര എൻഡോ അന്തരിച്ചു. കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നായ
സ്റ്റാറ്റിന്റെ നിർണായക കണ്ടെത്തലിലൂടെയാണ് അകിര പ്രശസ്തനാവുന്നത്. 1973 ഫംഗസായ പെനിസിലിയത്തിൽ നിന്ന് അദ്ദേഹം മെവാസ്റ്റാറ്റിൻ വേർതിരിച്ചെടുക്കുന്നത്. ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയ്ക്കുള്ള ചികിത്സയ്ക്കായി വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നാണിത്. അപ്പോളോ 8 ചാന്ദ്രദൗത്യത്തിലെ അംഗമായ വില്യം ആൻഡേഴ്സ് വിമാനാപകടത്തിൽ മരിച്ചു. 1968 ഡിസംബറിലെ അപ്പോളോ 8 ദൗത്യത്തിന്റെ ഭാഗമായ ആൻഡേഴ്സ് ചാന്ദ്രഭ്രമണത്തിനിടെ പകർത്തിയ ഭൂമിയുടെ ഉദയം എന്ന പേരിൽ അറിയപ്പെടുന്ന ചിത്രം ഏറെ പ്രശസ്തമായിരുന്നു. ലൈഫ് മാഗസിന്റെ ലോകത്തിലെ മികച്ച 100 ചിത്രങ്ങളിൽ ഒന്നായി ഈ ചിത്രം ഇടം നേടിയിരുന്നു. ചരിത്ര പണ്ഡിതൻ പി. തങ്കപ്പൻ നായർ അന്തരിച്ചു. കൊൽക്കത്ത നഗരത്തിന്റെ ചരിത്രവും സംസ്കാരവും ഉൾപ്പെടുന്ന 63 ബൃഹത് ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ രചിച്ചിട്ടുണ്ട്. 1977 ആദ്യമായി പുറത്തിറങ്ങിയ ജോബ് ചർനോക്ക് ഫൗണ്ടർ ഓഫ് കൽക്കട്ട എന്ന ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന് ലഭിച്ച പ്രചാരണമാണ് 1990 കൊൽക്കത്തയുടെ 100ാം വാർഷിക ആഘോഷത്തിന് കാരണമായത്. ബഹിരാകാശ സഞ്ചാരികൾക്ക് ആശങ്ക ഉയർത്തി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ശ്വാസകോശങ്ങളെ മാരകമായി ബാധിക്കുന്ന എൻറ്ററോബാക്ടർ ബുഗൻഡെൻസിസ് എന്ന ബാക്ടീരിയയാണിവ. ആന്റിമൈക്രോബിയൽ മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റായ ഇവയെ സൂപ്പർ ബഗ് എന്നാണ് വിളിക്കുന്നത്. സഞ്ചാരികൾ വഴി ബഹിരാകാശ നിലയത്തിലെത്തിയ ഇവയ്ക്ക് ജനിതകമാറ്റം സംഭവിച്ചിരുന്നു. മരുന്നുകളെ പ്രതിരോധിക്കുന്ന ഇത്തരം ബാക്ടീരിയയെക്കുറിച്ച് പഠിക്കാൻ മദ്രാസ് IITയും നാസയും ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും തയ്യാറായിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കുന്ന ആദ്യ ഹൈക്കോടതിയായി സിക്കിം ഹൈക്കോടതി. മെയ് മാസത്തിൽ പുറത്തിറങ്ങിയ വിജ്ഞാപനത്തിൽ 1 മാസത്തിൽ 2-3 ആർത്തവ അവധി എടുക്കാനാണ് അനുവാദമുള്ളത്. രാജ്യത്തെ ഏറ്റവും ചെറിയ ഹൈക്കോടതിയാണ് സിക്കിമിലേത്. ഖത്തർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വംശജനും മലയാളിയുമായ താരം. ഉത്തരം തഹ്സിൻ മുഹമ്മദ് ജംഷീദ്. അടുത്തിടെ ഫിലിപ്പീൻസിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. ഉത്തരം കെൻലോൺ. 2025 പുരുഷന്മാരുടെ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാവുന്നത്. ഉത്തരം ഇന്ത്യ. കണ്ണൂർ സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത്. ഉത്തരം ഡോക്ടർ KK സജു. 18ാം ലോക്സഭയുടെ പ്രോട്ടം സ്പീക്കർ. ഉത്തരം ഭർതൃഹരി മഹ്താബ്. 2024 നോർവേ ചെസ് പുരുഷ കിരീടം നേടിയത്. ഉത്തരം മാഗ്നസ് കാൾസൺ. 2024 ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. ഉത്തരം ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെന്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. ഇതോടെ 2024 ജൂലൈ 6 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.